CPM-ന് വേണ്ടി ജീവൻ കൊടുത്തൊരു മനുഷ്യന്റെ പേരിൽ പിരിച്ച പണം മുക്കി എന്ന ആരോപണം പാർട്ടി ബന്ധുക്കൾക്ക് വേദനയായി നിൽക്കുമ്പോഴാണ് ആ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. മൂന്ന് സംഖ്യകൾ, ആ പിരിച്ച പണമെത്ര, കൊടുത്ത പണമെത്ര, ബാക്കിയെത്ര എന്ന് ഈസിയായി പൊളിക്കാവുന്ന ഒരു ആരോപണം. ബാക്കിയൊക്കെ പറഞ്ഞ് അതുമാത്രം പറയാത്ത ഉരുണ്ടുകളിയിൽ കമ്മ്യൂണിസ്റ്റ് വയോധികൻ പേടിക്കാതെ പറഞ്ഞ രേഖാമൂലം ആക്ഷേപങ്ങൾ പ്രസക്തമായി നിൽപ്പാണ്. പണം പിരിച്ചത് പൊതുജനത്തോടാണെങ്കിലും ആ ജനത്തെ കണക്ക് ബോധ്യപ്പെടുത്താൻ സൗകര്യമില്ലെന്നും ഏതോ കീഴ്വഴക്ക വിരുദ്ധം എന്നൊക്കെ ഉടായ്പ് ന്യായങ്ങൾ പൊളിഞ്ഞു വീഴും. ഇന്നല്ലെങ്കിൽ നാളെ ആ കാണാതായ ലക്ഷങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നതിന് കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രണാങ്കണത്തിലെ രക്തം സാക്ഷി. ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ മഹാമോശക്കാരൻ, വർഗവഞ്ചകൻ, കുലംകുത്തി എന്നൊക്കെ പച്ചക്കള്ളങ്ങൾ, PR ജേണലുകളുടെ പ്ലാന്റിംഗ് വാർത്തകളടക്കം പ്രൊപ്പഗാണ്ടകൾ ഓവർടൈം പണിക്കിടയിലാണ് വീണ്ടും ഒരു ഫണ്ട് തട്ടിപ്പ് ആരോപണം വരുന്നുണ്ട്. തലസ്ഥാനത്താണ് 2008 അരുംകോല പേര് സഖാവ് വിഷ്ണു. മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, 2 തവണ കരാട്ടെ ദേശീയ ചാമ്പ്യൻ, 4 തവണ സംസ്ഥാന ചാമ്പ്യൻ. നേർക്കുനേരടിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലെന്ന ബോധ്യത്തിൽ ധൈര്യമില്ലാത്ത ഭീരുക്കൾ തലയ്ക്ക് പിന്നിൽ വെട്ടിവീഴ്ത്തിയതാണ്. ആ ചതിപ്രയോഗത്തിൽ കൊലപ്പെടുത്തിയ വേദനയ്ക്ക് ഇരട്ടി വേദനയാണ് വിഷ്ണുവിന്റെ കൂടപ്പറപ്പുകൾക്ക് അവന്റെ പേരിൽ പിരിച്ച പണത്തിലും കാട്ടിയ വഞ്ചന. അന്ന് പിരിച്ച 10 ലക്ഷത്തിൽ അമ്മയുടെ കയ്യിൽ കൊടുത്ത 5 ലക്ഷം, ബാക്കി 5 ലക്ഷം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി മുഖ്യതിന് നടപടി നേരിട്ട ഒരുത്തനെ CITU ജില്ലാ നേതാവാക്കി ഉയർത്താനുള്ള തീരുമാനത്തിൽ അങ്ങേയറ്റം വേദനിച്ച പാർട്ടിയുമായി പതിറ്റാണ്ടുകളുടെ പൊക്കിൾക്കൊടി ബന്ധം മതിയാക്കാൻ തീരുമാനിക്കലാണ് ഒരു രക്തസാക്ഷി കുടുംബം. മാറ്റിവെച്ച പണം ഏതോ കൗണ്ടർ കേസിന് കൊടുത്തുവെന്നാണ് KK രാഗേഷ് ഫോർമാറ്റിൽ ഒരു ദുർബല ന്യായീകരണം. ഏത് കേസ് നടത്തൽ? ആ പ്രോസിക്യൂഷന് വമ്പൻ പരാജയത്തിൽ പ്രതികൾ 13 RSSകാർ എന്നേ കുറ്റമുക്തരെ ഇറങ്ങിപ്പോയതാണ്. ആ ഉപ്പിടാമൂട് പാലത്തിനടുത്ത് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ സ്മരണാരൂപത്തിൽ എല്ലാത്തിനും മൂകസാക്ഷിയായി നിൽപ്പുണ്ട്. ഭാവിയുടെ കായിക വാഗ്ദാനമാകേണ്ട ഒരുത്തൻ, കൂട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ സഖാവ് വിഷ്ണു. നേരത്തെയും പറഞ്ഞതാണ്, ഈ ഫണ്ട് തട്ടിപ്പുകൾ സത്യമാണെങ്കിൽ ബാക്കി എല്ലാ ഫണ്ടും വിട്ടേക്കാം. രക്തസാക്ഷിയുടെ ചോരപുരണ്ട പണത്തിലും ആർത്തിക്കണ്ണ് വെക്കാൻ കൈവിറക്കുന്നില്ലെങ്കിൽ തട്ടിപ്പുകാരാ നിനക്കൊക്കെ. എന്തോന്ന് കമ്മ്യൂണിസ്റ്റ് വികാരം, എന്തോന്ന് പാർട്ടി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ വിനോദ് കുമാർ VV, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ശ്രീ CR നീലൻ, അഡ്വക്കേറ്റ് PA പ്രജി എന്നിവർ ചർച്ചയിൽ. വിഷ്ണുവിന്റെ സഹോദരനാണ് വിനോദിന്റെ പ്രതികരണമാണ് ഇന്ന് വാർത്തയായത്. ശ്രീ വിനോദ് കുമാർ, കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ PG അവസാന വർഷം പഠിക്കുന്ന സമയത്താണ് വിഷ്ണു കൊലപാതകം. താങ്കളെ അന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പക്ഷേ സഹോദരൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മുലയാതെ നിന്ന ചേട്ടൻ വിനോദ് കുമാർ ഇപ്പോൾ ഉലയുന്നത് എന്തുകൊണ്ടാണ്? വിനോദ് കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് 2008 അങ്ങേ കണ്ട ഓർമ്മ ഞാൻ പറയുകയായിരുന്നു. അന്നും താങ്കൾ അചഞ്ചലായി നിൽക്കുകയായിരുന്നു. ഇപ്പോഴെന്തുകൊണ്ടാണ് ചഞ്ചലപ്പെട്ടു പോകുന്നത്? അല്ല, ഇത് കഴിഞ്ഞിട്ട് ആ ഫണ്ടിൽ നിന്നും വകമാറ്റിയ കാശ് എടുത്ത് അയാൾ അംഗീകരിച്ചു, അത് അയാൾ ഉൾക്കൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാർട്ടി അത് അയാളുടെ പേരിൽ നടപടി തരം താഴ്ത്തി സാധാരണ മെമ്പറായിട്ട് നിർത്തി. അപ്പോഴൊന്നും നമ്മൾ ഇതിനകത്ത് അപ്പോഴും പരാതി കൊടുത്തു. ഞങ്ങൾ കുടുംബത്തിൻ്റെ പേരിൽ പരാതി സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും എല്ലാം കൊടുത്തതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പേ നടന്ന CITUവിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് ജില്ലാ സെക്രട്ടറിയായിട്ട് നിർദ്ദേശിച്ചു. ഹെഡ്ലോഡ് തൊഴിലാളി വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ചു. അപ്പോൾ ഇത് ഞാൻ 7 വയസ്സിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയതാണ്. 7 വയസ്സിൽ ബാലസംഘത്തിൽ തുടങ്ങിയ പാർട്ടി പ്രവർത്തനമാണ്. ബാലസംഘമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നാളെ ഇതുവരെ 50 വർഷമായി. അപ്പോൾ ഞാൻ കോടിയേരി സഖാവിൻ്റെ ട്രെയിനറായിരുന്നു 10 വർഷം. അതുപോലെ 14 വർഷം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ട്രെയിനറായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇത്രയും നല്ല ബന്ധം സംസ്ഥാന നേതാക്കന്മാരെല്ലാവരുമായിട്ട്, ഗോവിന്ദ മാഷിൻ്റെയും എല്ലാവരുമായിട്ട് അങ്ങനെ ബന്ധം ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് പറയാനുള്ള പരാതികൾ കുടുംബത്തിൻ്റെ ബേസിൽ നിരവധി പരാതി പോയി. ഇപ്പോൾ 2ാമത് ജില്ലാ സെക്രട്ടറി ആയപ്പോൾ അതിനെതിരായിട്ടും പരാതി പോയി. ഈ പരാതിയിലൊന്നും ഒരു തീർപ്പ് കൽപ്പിക്കാതെ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ എൻ്റെ അമ്മയടക്കം പാർട്ടി മെമ്പറായിരുന്നു. 85 പാർട്ടി മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഊഹിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പോലെയല്ല, ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പാർട്ടി മെമ്പർഷിപ്പ് അന്ന് കിട്ടുന്നത്. ആ സമയത്ത് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആ ഒരു വിഷമം ഇത് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഞങ്ങളൊന്നും പറയാതിരിക്കുകയും ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ഒരു പ്രതികരണം വന്നപ്പോൾ ഇനിയെങ്കിലും ഞാനത് പറയേണ്ടത് അത്യാവശ്യമാണെന്നോ ബോധ്യം തോന്നിയതുകൊണ്ട്, നല്ല മനസ്സിൽ അന്നും ഇന്നും നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഇവിടെയുള്ള എന്നെപ്പോലെ ചിന്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഒരു ചെറിയ തിരിച്ചുവരവ്, ഒരു ചിന്തയ്ക്ക് അതിന് എന്തെങ്കിലും കാരണമാവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ. വിനോദ് കുമാർ, പക്ഷേ താങ്കൾ പറയുന്ന പോലൊന്നുമില്ല കാര്യങ്ങൾ. ഇത് ഈ പറയുന്ന ആൾ ഈ പൈസ എടുത്തിട്ടില്ല, അതെന്തോ ഏതോ പാർട്ടി കേസ് നടത്തി. ഇപ്പോൾ ഇന്ന് വി ജോയ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊന്ന് കേൾക്കാം.
കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ ഫണ്ടിന്റെ ഒരു ഭാഗം അവർക്ക് കൈമാറിയിരുന്നു, ഒരു ഭാഗം ബാങ്കിൽ സൂക്ഷിച്ചു. അതെന്തിനാണ് സൂക്ഷിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സംഭവത്തിന് ശേഷം ഒരു കൗണ്ടർ പ്രശ്നം നടന്നു, മറ്റൊരു പ്രശ്നം നടന്നു, അത് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അതിന്റെ കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ആ പണം നമ്മൾ ബാങ്കിൽ ഇട്ടിരുന്നത്. ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി കമ്മിറ്റി അറിയാതെ അഡ്വക്കേറ്റന്മാർക്ക് ഈ പണം കൈമാറി. അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ചാർജ്. അല്ലാതെ ഈ പണം എടുത്തുകൊണ്ട് പോയി പിന്നെ ചെലവഴിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നതല്ല. നമ്മൾ കേസ് നടത്താൻ വേണ്ടി ഇട്ടിരുന്ന പണം പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യാതെ ചില പർട്ടിക്കുലർ അഡ്വക്കേറ്റന്മാർക്ക് ആ പണം കൈമാറി എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള കാര്യം. വിനോദ് കുമാർ, താങ്കൾ പറയുന്നത് ഈ പറയുന്ന ആൾ ഈ സഹകരണ ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ മാറ്റി എടുത്തുകൊണ്ട് പോയെന്നാണ് നിങ്ങളുടെ ആരോപണം. പക്ഷേ വിജോയ് പറയുന്നത് അന്ന് അവിടെ കൗണ്ടർ കേസ് ഉണ്ടായി, കൗണ്ടർ കേസിലെ ആ കേസ് വാദിക്കാൻ അഭിഭാഷകർക്ക് പാർട്ടി അറിയാതെ പൈസ കൊടുത്തു, അതിന് സസ്പെൻഷൻ, മാറ്റി നിർത്തൽ എന്നൊക്കെയാണ് പറയുന്നത്. വിനോദ് കുമാർ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. അത് അവിടെ പാർട്ടി കമ്മിറ്റികളുടെ രേഖകൾ അവർ പുറത്ത് തരാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ അതിനകത്ത് എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവിടുത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും, മഞ്ചൂർ എന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായ പാർട്ടി കേന്ദ്രങ്ങൾ, പാർട്ടി വേരുള്ളൊരു പ്രദേശമാണ്. അവിടെയുള്ള മുഴുവൻ പ്രവർത്തകർക്കും അറിയാം ഇത് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ ലോക്കൽ സമ്മേളനത്തിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇയാൾ തരം താഴ്ത്തിയത്. ഒന്ന്. രണ്ടാമത്, ഇപ്പോഴത്തെ നിലയിൽ ഞാനൊരു നല്ല പാർട്ടിക്കാരനാണ്, പക്ഷേ എന്നാലും ഞാൻ പറയുന്നത്, തിരിച്ച് ഒരാളെ ആക്രമിക്കാനായിട്ട്, അതല്ലെങ്കിൽ തിരിച്ചൊരാളെ കൊല്ലാനായിട്ട് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതായിട്ടാണ് ഇന്ന് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതായത് ഈ പാർട്ടി ഒരാളെ തിരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി ഫണ്ട് സ്വരൂപിച്ച് ആൾക്കാരിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ആക്രമണത്തിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ പിന്നെ ഇത് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും തെറ്റാണ്. ഒരിക്കലും അങ്ങനെ, അഥവാ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ അറിവിൽ അങ്ങനെയല്ല, അതിനുവേണ്ടി പാർട്ടി ഫണ്ട് പിരിച്ചിട്ടില്ല. അങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിലോട്ട് മാറേണ്ട കാര്യമില്ലോ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് അഭിഭാഷകൻ കൊടുക്കാമല്ലോ, അയാളുടെ അക്കൗണ്ടിലോട്ട് മാറേണ്ട കാര്യമില്ല. അയാളുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം പോയി എന്ന് താങ്കൾക്ക് ബോധ്യമുള്ളതാണോ ശ്രീ വിനോദ് കുമാർ? അല്ലെ പാർട്ടിക്ക് ബോധ്യമുള്ളതാണോ? അല്ല, 100% ആ കാശ് ഇത് ഒരു വർഷം പോലും ആയില്ല. അതിനു മുമ്പ് ഈ കാശ് മൊത്തം അദ്ദേഹം എടുത്തിട്ട് അയാൾ ബാക്കി പല സ്ഥലത്തു നിന്നും വേറെ കളക്ഷനൊക്കെ എടുത്തിട്ട് അയാൾ ഒരു വീട് വെക്കുകയും ചെയ്തു. അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷേ ഇത് 100% ഈ ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതാണ്, ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതാണ്, അതിൻ്റെ ബേസിലാണ് നടപടി വന്നത്. പക്ഷെ അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി വളരെ ഉത്സാഹം കാണിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാൻ നോക്കി, അത് കഴിഞ്ഞിട്ട് ഏരിയ കമ്മിറ്റിയിൽ എടുക്കാൻ നോക്കി. അത് രണ്ടും എല്ലാ പ്രവർത്തകരുടെയും ബഹുഭൂരിപക്ഷം എതിർത്തത് കൊണ്ട് മാത്രമാണ് ആ 2 കമ്മിറ്റിയിൽ എടുക്കാത്തത്. അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള CITUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഹെഡ്രോഡ് വിഭാഗത്തിൻ്റെ സെക്രട്ടറിയായിട്ട് എടുത്തത്. നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു അത് നേരത്തെ തുടർന്നു വന്നതല്ല, അയാളെ പുതുതായിട്ട് ജില്ലാ സെക്രട്ടറി ആക്കിയതാണ് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ. ശ്രീ വിനോദ് കുമാർ, താങ്കൾ വിഷ്ണു മിടുക്കനായ ചെറുപ്പക്കാരനായിരുന്നു, ഈ പറയുന്ന ദേശീയ ചാമ്പ്യനും സംസ്ഥാന ചാമ്പ്യനും ഒക്കെ ആയിരുന്ന, ഭാവിയുടെ കേരളത്തിലെ ദേശീയ കായിക വാഗ്ദാനമാകേണ്ടിയിരുന്ന, നാട്ടുകാർക്ക് നല്ലത് മാത്രം പറയാനുള്ള, സഹായങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മിടുക്കനായ ചെറുപ്പക്കാരനായിരുന്നു. പാർട്ടിക്കാരനാണ്, പാർട്ടി വികാരമുള്ളിലുള്ള ചെറുപ്പക്കാരനാണ്. താങ്കൾ അതുപോലെയാണ്. 7-8 വയസ്സിൽ ബാലസംഘത്തിൽ തുടങ്ങി MS പ്രസാദ് രക്തസാക്ഷി അനുസ്മരണം കണ്ട് രക്തസാക്ഷിയാവാൻ കുതിച്ച യുവത്വമൊക്കെ താങ്കൾ പറഞ്ഞു കേട്ടു. ഇന്ന് അത്രയും ആഴത്തിൽ താങ്കൾക്ക് CPM ബന്ധമുണ്ട്, 50 വർഷത്തിലധികം പാർട്ടി ബന്ധമുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. രക്തസാക്ഷി കുടുംബങ്ങളോട് പാർട്ടി കാണിക്കുന്ന ഒരു അനുതാപപൂർവമായ സമീപനം എന്താണ് എന്ന് ഒരു സാമാന്യ ധാരണയുണ്ട്. എന്നിട്ടും താങ്കളുടെ കുടുംബത്തിൻ്റെ ഈ പറയുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ആരും ഇടപെട്ടില്ല, ആരും വിളിച്ചില്ല എന്നാണോ ശ്രീ വിനോദ് കുമാർ? ഇതുവരെയും ഈ നിരന്തരം പരാതി കൊടുത്തിട്ടും ഇതുവരെയും ആരും അങ്ങനെ ഇതിനു വേണ്ടിയിട്ട്, ഞാൻ ഗോവിന്ദമാഷിനടക്കം അനിയനും ബാക്കി എല്ലാവരും പോയി കണ്ടതായി, വീട്ടിൽ നിന്നും പരാതി കൊടുത്തതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു വിശദീകരണമോ അല്ലെങ്കിൽ വിളിച്ചൊന്നും സമാധാനപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. പേഴ്സണലി ഉള്ള ഒരു കാര്യങ്ങളിലും ഞങ്ങൾ പാർട്ടിയെ ബന്ധപ്പെടാറില്ല. ഞാൻ കോൺഗ്രസ് മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിൽ ആദ്യത്തെ കരാട്ടെ കോച്ചായിട്ട് കയറിയതാണ്, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പെർമനൻ്റ് ആക്കേണ്ടത്, ഇപ്പോൾ പെർമനൻ്റ് ആക്കുകയാണ്. ആ പെർമനൻ്റ് ആക്കേണ്ട സമയത്ത് 10 വർഷം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴത്തേക്കും പുതിയ പ്രസിഡന്റ് ഷറഫ് അലി അധികാരത്തിൽ വരികയും അദ്ദേഹം 70 പേരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നാഷണൽ ഫെഡറേഷനിൽ മെഡൽ ഹോൾഡറായിട്ടുള്ള കുട്ടികളുള്ള സ്പോർട്സ് കൗൺസിലിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടു. അത് ഞാൻ പറഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എല്ലാം പറഞ്ഞിട്ട് അവരാരും ഇടപെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അത് അങ്ങനൊരു പ്രത്യേക മമത എനിക്ക് വേണ്ട. അങ്ങനെ ഞാനോ എൻ്റെ അനിയന്മാരോ ആരും എൻ്റെ കുടുംബമൊന്നും പാർട്ടിയോട് അങ്ങനെ ഒരു ആവശ്യവും ചോദിച്ചിട്ടുമില്ല.
അപ്പോൾ അത് അങ്ങനെ നിൽക്കുമ്പോൾ പേഴ്സണൽ കാര്യമാണ്, പക്ഷേ അതുപോലെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ കാര്യത്തിൽ അതല്ല. ഈ കാര്യത്തിൽ രക്തസാക്ഷി ഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബം എന്ന നിലയിലും നല്ല കറകളഞ്ഞ പാർട്ടിക്കാരൻ എന്ന നിലയിലും അതിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ആ സമയത്താണ് കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ഈ പ്രതികരണം പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്നുള്ള ധാരണയിലാണ് എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി തോന്നിയത്. മലബാർ മേഖലയിൽ ധനരാജ് എങ്ങനെ വികാരമാകുന്നുണ്ടോ, തിരുവനന്തപുരം മേഖലയിൽ സഖാവ് വിഷ്ണുവും അത്തരത്തിൽ തന്നെ ഒരു പാർട്ടിക്കാരുടെ വികാരമാണ്, അവിടുത്തെ കൂട്ടുകാരുടെ മാത്രമല്ല, ആ മേഖലയുടെ ഒരു വികാരമാണ്. കാര്യം അത്രത്തോളം മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നല്ലോ. അപ്പോൾ അയാളുടെ ഫണ്ട് അടിച്ചു മാറ്റി എന്ന ആരോപണമുള്ള ഒരാളെ CATUവിൻ്റെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആ മേഖലയിലെ പാർട്ടിക്കാർക്ക്, നേതാക്കളുടെ കാര്യം പോട്ടെ, പാർട്ടിക്കാർക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണോ ശ്രീ വിനോദ്? എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് തലം തൊട്ട് ലോക്കൽ തലം തൊട്ട് ഏരിയ തലത്തിൽ വരെ വളരെയേറെ ചർച്ചയായ ഒരു വിഷയമാണ്. ഈ ലോക്കൽ സമ്മേളനത്തിനും ഏരിയ സമ്മേളനത്തിനുമൊക്കെ നമ്മുടെ മീഡിയയുടെ സുഹൃത്തുക്കളോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അറിയാവുന്ന വിഷയമാണ് ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് വളരെ 100% എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും വികാരം തന്നെയാണ്. അവർക്കൊക്കെ ഇതിനകത്ത് എതിർപ്പുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തിൻ്റെ മന്ത്രിയെ നേരിട്ട് ഇടപെട്ട് CITUവിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് വരുമ്പോൾ അത് പാർട്ടി ഘടകത്തിന് മാത്രമല്ല, നേരിട്ട് CITUവിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കുകയാണ് ചെയ്തത്. അതിൽ എല്ലാ ഘടകത്തിലെ ആൾക്കാർക്കും എതിർപ്പുണ്ട്, 100% എതിർപ്പുണ്ട്. അത് പറയാൻ വേണ്ടി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ചിലപ്പം പലരും തയ്യാറായി വരത്തില്ല. ഞാൻ പണ്ടേ അച്ചടക്കം ഇല്ലാത്തൊരു പാർട്ടി പ്രവർത്തനമായതുകൊണ്ടായിരിക്കാം എനിക്കിത് പറയേണ്ടി വന്നത്. മാത്രമല്ല, ഞാൻ കണ്ട ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ട നിലപാടുകളിൽ വ്യത്യാസം വന്നതുകൊണ്ട് ഇതെനിക്കിപ്പോൾ പറയാനേ പറ്റുള്ളൂ, പറയാതിരിക്കാൻ കഴിയില്ല. വീട്ടിലൊരു രക്തസാക്ഷിയെ കണ്ട ഒരാളുടെ വികാരമല്ലേ? അപ്പോൾ താങ്കളെ അച്ചടക്കം ഇല്ലാത്തൊന്നും പറയണ്ട. വീട്ടിലൊരു രക്തസാക്ഷിയെ കണ്ട വികാരം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കാണുന്ന ഒരാളുടെ വികാരമല്ലോ, അതിനേക്കാൾ ഭീകരമാവില്ലേ? അമ്മയുടെ കണ്ണുനീര് കണ്ട ഒരാളല്ലേ? അപ്പോൾ ആ പേരിൽ പിരിച്ച പണം അടിച്ചു മാറ്റി ഒരുത്തൻ പിന്നെയും കയറിപ്പോകുന്നു പറയുമ്പോൾ വിഷമം ഉണ്ടാവും. അത് പുറത്ത് പറയണം. പുറത്ത് പറഞ്ഞില്ലേ നിങ്ങളൊക്കെ പാർട്ടിക്കാരാണോ ശ്രീ വിനോദ് കുമാർ? ശ്രീ CR നീലാണ്ടൻ, അടിയുറച്ച പാർട്ടിക്കാർക്കെന്നല്ല, ഏതെങ്കിലും ഒരു കാലത്ത് വിദ്യാർത്ഥി കാലയളവിലെങ്കിലും ഇടതുപക്ഷ വഴിയിൽ സഞ്ചരിച്ച എല്ലാവർക്കും രക്തസാക്ഷി എന്ന് പറയുന്നത് വല്ലാത്തൊരു വൈകാരികതയാണ്. ആ വൈകാരികതയ്ക്ക് അർത്ഥമുണ്ടോ, അത് കാൽപ്പനികമാണോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. CR ഇവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ പറയുന്നതല്ല, ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ തന്നെ നേർക്കുനേർ പറയുകയാണ് തട്ടിപ്പ് നടത്തിയ ആളെ വലിയ പിന്തുണയിൽ പിന്നെയും വലിയ വലിയ പദവികളിലേക്ക് ആനയിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനെ പറ്റി പറയുകയാണ്. ആർക്കും ബോധ്യമാവാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയാവുമോ ഇനിയും CR? അല്ല, അവിടെയാണ് ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ജനാധിപത്യ ഘടനയിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും പോലെ ഭരണഘടന അംഗീകരിക്കാം എന്നതുകൊണ്ടാണ് അവർക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഒളിവ് സങ്കേത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഇപ്പോൾ ഒരു ബോൾഷെവിക് പാർട്ടിയോ ഒരു മാവോയിസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല, ഒളിച്ചിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഘടനയ്ക്ക് അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ KK രാഗേഷ് പത്രസമ്മേളനം നടത്തി പ്രയോഗിച്ച ഒരു കാര്യം ജനാധിപത്യ കേന്ദ്രീകൃത ജനാധിപത്യവും കുറേ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അതെന്ന് പറഞ്ഞാൽ മോളി എന്ന് പറയുന്നത് പച്ചയാണ്, രാത്രിയാണെങ്കിൽ രാത്രി, പകലാണെങ്കിൽ പകൽ അംഗീകരിച്ചോളണം, പുറത്ത് മിണ്ടാൻ പാടില്ല, എന്ത് ചെയ്താലും പുറത്ത് മിണ്ടാൻ പാടില്ല, പുറത്ത് വരില്ല. ഇന്ന് അങ്ങനെ ഒരു പാർട്ടി ഘടന ഇല്ല സത്യത്തിൽ. കാരണം നിങ്ങൾക്ക് തന്നെ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം, പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ പോലും നിങ്ങൾ ഇത് ഇടാറുണ്ട്, എന്താ പറയുക, ഹൈലൈറ്റ് ഇടാറുണ്ട്. അവിടെ ഇന്ന ചർച്ച വന്നു, അല്ലെങ്കിൽ ഇന്ന ആൾ ചർച്ച വന്നു, സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉറുക്ക് പോലുള്ള ഉറച്ച് ആരും അറിയാതെ കേന്ദ്ര നേതൃത്വം പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് മിണ്ടാതെ വേണമെങ്കിൽ പാർട്ടിക്കകത്ത് പറഞ്ഞോളൂ, പാർട്ടിക്കകത്ത് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KK രാഗേഷ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കണക്ക് പറയേണ്ട കാര്യമില്ല. ഇവിടെ വളരെ വളരെ ലളിതമാണ് കാര്യം. 10 ലക്ഷം രൂപ രക്തസാക്ഷി ഫണ്ട് പിരിച്ചുവെങ്കിൽ ആ 10 ലക്ഷം രൂപ അതിൽ എത്ര കാര്യം രക്തസാക്ഷിക്ക് കൊടുത്തു, എത്ര കാര്യം അമുക്കി ആളാര്, അയാൾ എന്തുകൊണ്ട് കൊടുത്തില്ല? ഇപ്പോൾ പറയുന്ന ന്യായീകരണം നമ്മൾ ഇന്നലെ കുഞ്ഞികൃഷ്ണൻ്റെ ഇതൊക്കെ ഒരുപാട് കേട്ടതും ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം പോലെ 2017 പണി തീർന്ന കെട്ടിടത്തിന് 2024 ചിലവ് കൂടി എന്ന് പറഞ്ഞ് ഒരു കണക്കുണ്ടാക്കുന്നു. വരവ് കൂടി കണ്ടുപിടിച്ചപ്പോൾ ചിലവ് കൂടിയെന്ന്. ഇത്രയും വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ച് ഇതിനെ നേരിടാൻ കഴിയും ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ. ഞാൻ പറയുന്നത് CPM അതിൻ്റെ ഘടനയിൽ ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായ ഘടന മാറണം. ഇപ്പോൾ കോൺഗ്രസ് പോലെ മറ്റൊരു പാർട്ടി പോലെ തന്നെ അതുള്ളൂ. അതിനെ ഭരണഘടനാപരമായി എല്ലാ പാർട്ടികൾക്കും ഒരു അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ഫണ്ട് പിരിച്ചു, എത്ര കൊടുത്തു എന്നുള്ളത് കൃത്യമായി പറയാൻ ബാധ്യതയുണ്ട് ജനങ്ങളോടും. കാരണം വെച്ചാൽ പാർട്ടിക്കാരോട് മാത്രം പറയേണ്ട കാര്യമല്ല. രക്തസാക്ഷി ഫണ്ട് പലരും കൊടുത്തിട്ടുണ്ട്. ഞാൻ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ടുണ്ട്, കെട്ടിട ഫണ്ട് പിരിച്ചിട്ടുണ്ട്. കെട്ടിട ഫണ്ട് പിരിക്കുകയും രക്തസാക്ഷി ഫണ്ട് പിരിക്കുകയും ചെയ്യുന്നത് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചു. ഇപ്പോൾ ഡൽഹിയിൽ AK ഗോപാലൻ കെട്ടിടം പണിയുന്ന കാലത്ത് ഞാനന്ന് വിദ്യാർത്ഥി നേതാവാണ്, വിദ്യാർത്ഥി പ്രവർത്തകനാണ്. ഞങ്ങളന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. എൻ്റെ കോളേജ് പ്രിൻസിപ്പലിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ല, പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ AKGയുടെ പേരിൽ, അപ്പോൾ അദ്ദേഹം AKG ആണ് എന്നാൽ ഞാൻ തരാം.
അത് തരൂ. അപ്പോൾ തീർച്ചയായിട്ടും അവരോടൊക്കെ അക്കൗണ്ടബിളാണ് പാർട്ടി ഒരു MLA യോ MP യോ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ ആവുന്നത് പാർട്ടി പറഞ്ഞ വോട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ സുതാര്യമായൊരു ഘടനയുണ്ടായിരിക്കണം. അതില്ലാതിരിക്കുന്നത് അഴിമതിയിലേക്ക് വഴിവെക്കുമെന്നാണ് നമ്മളിപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ കാണുന്നത്. പാർട്ടിക്ക് ആരോടും പറയണ്ട. ഇപ്പം എൻ്റെ പാർട്ടി കമ്മിറ്റിയിൽ എനിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. എതിര് പറയുന്നവൻ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അവനെ പുറത്താക്കും, അല്ലെങ്കിൽ അവനെ ഒഴിവാക്കും. അതല്ല കേന്ദ്രീകൃത ജനാധിപത്യം. ഇവർ മണ്ടത്തര പറയണേ. അതുമല്ല യഥാർത്ഥത്തിൽ. ഈ കാര്യം വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ സഖാവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ നേതാക്കൾക്കും എല്ലാ കമ്മിറ്റികൾക്കും കൊടുക്കുന്നു. ഈ കമ്മിറ്റികൾ ഇത് ചർച്ച ചെയ്ത് ഒരു വട്ടം ചർച്ച ചെയ്തു, അയാൾക്ക് എന്തോ ഒരു നടപടിയെടുത്തു. പിന്നെ നോക്കുമ്പോൾ അയാൾ നമ്മുടെ തലയുടെ മീതേക്കിടെ മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ കയറി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നേരത്തെ ഈ ജോയി പറഞ്ഞ വിശദീകരണം വളരെ രസകരമാണ്. കൗണ്ടർ കേസ് കൊടുക്കാൻ വക്കീലന്മാർക്ക് വെറുതെ പൈസ കൊടുത്തു. ഞാൻ ചോദിക്കണത്, ഒരു ഫണ്ട് 5 ലക്ഷം രൂപ കൈവശം വയ്ക്കാൻ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിരിക്കാനും 5 ലക്ഷം രൂപ കൈവശം വയ്ക്കാനും അധികാരമുള്ള ഒരു പാർട്ടി സഖാവ് ഒന്നും അറിയാതെ ചില വക്കീലന്മാർക്ക് കുറേ കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള നമ്മൾ വിശ്വസിക്കുമോ? എന്ത് കൗണ്ടർ കേസ്, ഏത് കേസ്, അങ്ങനെ പറയാൻ പറ്റുമോ? അതിനയാൾ ശിക്ഷിച്ചു. എന്തായാലും ശിക്ഷ, അയാൾ തൽക്കാലം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അയാൾ പിന്നെയും മുകളിലേക്ക് പോവാണ്. ന്യായമായും രക്തസാക്ഷി കുടുംബത്തിന് മാത്രമല്ല ഹാഷ്മി, ഇത് നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കില്ലേ? കാരണം പബ്ലിക്കിൽ നിന്ന് പിരിച്ച ഫണ്ട്, അത് കോൺഗ്രസ് പിരിക്കണതാവട്ടെ, CPM പിരിക്കണതാവട്ടെ, ലീഗ് പിരിക്കണതാവട്ടെ, BJP പിരിക്കണതാവട്ടെ, പബ്ലിക്കിൽ നിന്ന് പിരിച്ച ഫണ്ടിന് പബ്ലിക്കിനോട് അക്കൗണ്ടബിൾ ആണെന്ന് എന്ന് CPM പറയുന്നുവോ അന്നേ CPM ജനാധിപത്യ പാർട്ടി എന്ന് എന്നാൽ മാത്രമേ ഇതിനൊക്കെ മറുപടി ആവുള്ളൂ. ഇപ്പം പയ്യന്നൂരിൽ പിരിച്ച എത്ര, ബാക്കി എത്ര, കൊടുത്ത എത്ര, ബാക്കി എത്ര എന്ന് 3 കണക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് മാത്രം പറയില്ല. PA പ്രജി ഇനിയിപ്പോൾ കുഞ്ഞികൃഷ്ണനെ പോലെ വിനോദും പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈയാവും. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കും, പച്ചക്കള്ളങ്ങൾ പറയും, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയൊക്കെ അടിച്ചു കൊല്ലും. അതാണ് പ്രൊസീജിയർ. അതാണ് പ്രൊസീജിയർ. അങ്ങനാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ നേതാക്കന്മാർ, ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പറയുകയും ചെയ്തു. ഞാൻ പക്ഷേ ഈ ചർച്ചയിൽ ഹാഷ്മി പറഞ്ഞ ഇതാണ് പ്രൊസീജിയർ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞിട്ടുള്ള ചില വാദഗതികളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ CPM ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണോ എന്നുള്ളതും പരിശോധിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടിയുടെ ഘടനാപരമായി, അതായത് ഇതിൻ്റെ ഭരണഘടനയും പരിപാടിയും മാറ്റണം എന്നുള്ള നിലയിലുള്ള ചർച്ചയാണ് അദ്ദേഹം ഉയർത്തിയത്. കാരണം കാലഘട്ടത്തിന് അനുചിതമായി, കാലഘട്ടത്തിന് യോജ്യമായ നിലയിൽ ഒരു കോൺഗ്രസ് പാർട്ടിയെ പോലെ എല്ലാം ഒന്ന് സുതാര്യമാക്കുന്ന, അല്ലെങ്കിൽ എല്ലാം പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്ന, ഒന്നും അടച്ചുറപ്പില്ലാത്ത നിലയിലേക്കാക്കി മാറ്റുന്ന, കേഡർ സ്വഭാവം കളയുന്ന ഒരു പാർട്ടിയാക്കി ഇതിനെ മാറ്റണമോ വേണ്ടയോ എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം വെച്ചത്. അത് CPM ചർച്ച ചെയ്തോട്ടെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹാഷ്മി ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ CPM പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഉത്സവ കമ്മിറ്റിയുടെ കണക്ക് പ്രസിദ്ധപ്പെടുത്തുന്നത് പോലെ പാർട്ടി നടത്തുന്ന ഓരോ കളക്ഷൻ്റെയും കണക്കുകൾ പൊതുസമൂഹത്തിലേക്ക് വരവ് ചെലവ് കണക്ക് എന്ന് പറഞ്ഞ് ഉത്സവ കമ്മിറ്റി അടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നത് പോലെ പ്രസിദ്ധപ്പെടുത്തണം. അതാണ് വേണ്ടത്, അതാണ് ഇതിൻ്റെ എല്ലാം പരിഹാരം എന്ന് പറയുന്നതിനോട് നിലവിലുള്ള, അതായത് ശ്രീ CR നീലകണ്ഠൻ ഇപ്പോൾ മാറ്റണം എന്ന് പറഞ്ഞ നിലവിലുള്ള റൂൾസ് അനുസരിച്ച്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിനകത്ത് നിർവാഹമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയുടെയും ആർട്ടിക്കിൾ 16 റൂൾസ് ഓൺ പാർട്ടി ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നത്. ആ റൂൾസ് ഓൺ പാർട്ടി ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിൽ വളരെ കൃത്യമായി ഏത് തരത്തിലാണ് പാർട്ടി ഒരു പിരിവ് നടത്തേണ്ടത്, പിരിവ് നടത്തുമ്പോൾ അതിൻ്റെ സ്ക്രൂട്ടണികൾ നടത്തേണ്ട വിധം ഏതൊക്കെ തരത്തിലാണ്, അതിൽ എത്ര രൂപയ്ക്ക് മേളിലുള്ള കാര്യങ്ങൾ PBയെ അറിയിക്കണം, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ആർട്ടിക്കിൾ 16 പറയുന്ന യിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എല്ലാ വർഷവും ജൂലൈ 31 സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള ഈ തരത്തിലുള്ള കണക്കുകൾ
ഓഡിറ്റ് ചെയ്ത് PBക്ക് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളതൊരു തമാശയായി പറയുമായിരിക്കും, അങ്ങനെ വല്ലതും ഇവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഫണ്ടും എടുത്ത് പുറത്തുവിടുന്നു പറയുന്നില്ല. പാർട്ടി ഭരണഘടനയും പരിപാടിയും ഇവിടെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച 40 ലക്ഷത്തോളം രൂപ കാണാനില്ല എന്ന് പറയുന്ന ആരാണ്? കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇവിടെ 5 ലക്ഷം രൂപ ഒരു ലോക്കൽ സെക്രട്ടറി പിരിച്ച് പുട്ടടിച്ചെന്ന് പറയുന്ന ആരാണ്? രക്തസാക്ഷിയുടെ സഹോദരനാണ്. അങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോൾ ആ കണക്കുകൾ പൊതുജനത്തിൽ നിന്ന് പിരിക്കുന്ന കണക്കുകൾ പൊതുജനത്തിന് മുന്നിൽ 3 ഫിഗർ വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം അത് വെക്കാത്തത് ഭയമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ക്രമക്കേടിന്റെ ഭയം. പ്രിജി അല്ല, ആഷ്മി പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ മറുപടിയും പറയാൻ പറ്റില്ല. കാരണം അവിടെയും ഈ പാർട്ടിയുടെ CPMൻ്റെ ഭരണഘടനയും പരിപാടിയും അനുസരിച്ചാണല്ലോ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന മട്ടിൽ ഇപ്പോൾ ആദ്യം കുഞ്ഞികൃഷ്ണൻ്റെ, സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ, അദ്ദേഹത്തിനെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. എത്രയോ വർഷമായി ഈ പാർട്ടി ജീവവായുവായി സ്വീകരിക്കുകയും ഈ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഈ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി വായിച്ചിട്ടുള്ള സഖാവ് കുഞ്ഞികൃഷ്ണൻ. ഇപ്പം ഞങ്ങളൊക്കെ ഈ ഇടത് സഹയാത്രികർ എന്നുള്ള പേര് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വിശിഷ്യ CPIയുടെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വസീഫിനൊക്കെ വലിയ തർക്കങ്ങൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞ് പാർട്ടി അംഗത്വമുള്ള ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ വസീഫ് ചോദിച്ചു ആരാണ് ഇടത് സഹയാത്രികൻ എന്ന് ചോദിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു വിഷയമുണ്ടായപ്പോൾ ഇടത് സഹയാത്രികന്മാർ അകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ നിലപാടുകളും ചോദ്യമായി വരും. കാരണം സഖാവ് കുഞ്ഞികൃഷ്ണനെ പോലെ ഇത്രയേറെ പരിണിതപ്രജ്ഞനായ ഒരു സഖാവ്, ഇത്രയേറെ പാർട്ടി പരിപാടികളും രീതികളും അറിയാവുന്ന ഒരു സഖാവ് ഇങ്ങനെയായിരുന്നോ പാർട്ടി പരിപാടിക്ക് അകത്തു നിന്നു ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ സഖാവ് എം വി രാഘവൻ ബദൽ രേഖ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണല്ലോ ഈ പാർട്ടി. അതോടൊപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, KR ഗൗരിയമ്മയ്ക്ക് നടപടി വന്നിട്ടില്ലേ? MV രാഘവൻ, KR ഗൗരിയമ്മ, ബദൽ രേഖ, 4-ാം ലോക സിദ്ധാന്തം പോലെയുള്ള ഗുരുതരമായ പ്രത്യയശാസ്ത്ര പ്രശ്നം ഒന്നുമില്ല. പ്രജി, ഇവിടെ ഫണ്ട് വിരിച്ച് അടിച്ചു മാറ്റി മുക്കി എന്ന ആരോപണമാണ് പാർട്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഉന്നയിക്കുന്നത്. അതിനകത്ത് പാർട്ടിയുടെ ഭരണഘടനയും പാർട്ടിയുടെ ആർട്ടിക്കിളും MV രാഘവനും ഗൗരിയമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കില്ലേ? ആരും കളിയാക്കത്തില്ല. കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഹാഷ്മിക്ക് അത് കേൾക്കാനുള്ള മനസ്സില്ല. കാരണം ഹാഷ്മിക്ക് ഒരു അജണ്ടയുണ്ട് ഈ ചർച്ചയിൽ. കഴിഞ്ഞ 3-4 ദിവസമായി ഹാഷ്മി നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ട, ആ അജണ്ടയ്ക്ക് ഉത്തരം പറയാനല്ലല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. പാർട്ടിയുടെ പരിപാടിയും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ വേണം എന്ന് പറയുന്നത് ഒരു ഡിബേറ്റിനകത്ത് തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്റെ പോയിന്റ് പൂർത്തീകരിക്കട്ടെ. ഞാൻ സഖാവ് കുഞ്ഞികൃഷ്ണന്റെ നിലപാടിനെ കുറിച്ച് എന്തായാലും അത് പറയാനാണല്ലോ ഹാഷ്മി എന്നെ വിളിച്ചത്. അത് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. സഖാവ് കുഞ്ഞികൃഷ്ണന് ഈ പറയുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ SFIയുടെ ഒക്കെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപക്ഷെ സഖാവ് നീലകണ്ഠൻ എന്ന് വിളിക്കേണ്ട ശ്രീ നീലകണ്ഠനും ഒക്കെ അറിയാം ഈ പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് 19, അതോടൊപ്പം തന്നെ വകുപ്പ് 13 ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ തത്വങ്ങൾ, അതോടൊപ്പം തന്നെ വകുപ്പ് 19 പാർട്ടി അച്ചടക്കം. എന്താണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്? അദ്ദേഹത്തിന് രേഖപ്പെടുത്താം. ഈ CPMൻ്റെ ഭരണഘടനയും പരിപാടിയും അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള പാർട്ടി ബ്രാഞ്ചിൽ എന്നെ പോലെ പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നയാൾക്ക് ഈ ഭരണഘടനയും പരിപാടിയും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറയില്ല. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പാർട്ടിയിൽ പ്രകടിപ്പിക്കാം. അത് അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്യാം. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം, അതായത് ആ കമ്മിറ്റിയുടെ അഭിപ്രായം അതിന് എതിരാണെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ശേഷം പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് പാർട്ടിയുടെ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായിട്ട് ഒരു പാർട്ടി മറിച്ച് അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞു ആ പരിപാടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പുറത്തു നിൽക്കുന്നത്. ശ്രീ വസന്ത്, ഇവിടെ ഇത് CP ഇപ്പം സഖാവ് കണ്ണൂരെ സഖാവ് ആവട്ടെ, ഞാൻ അതുകൂടെ പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ ഹാഷ്മി. ഒറ്റ മിനിറ്റ്.
അതായത് അദ്ദേഹം ഈ ഈ ഈ വിമർശനം അല്ല, ഞാൻ ഒരൊറ്റ പോയിന്റ് കൂടെ, അദ്ദേഹം ഈ വിമർശനം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിമർശനം വെക്കുന്നതെന്ന. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ഇതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ അഭിപ്രായം പറയാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിയിലും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി തുടരുകയാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്യുന്നത്. കുഞ്ഞികൃഷ്ണന്റെ ആ ബോധ്യം എന്ന് പറയുന്നത് നിലവിലുള്ള പാർട്ടിയുടെ ഭരണഘടനയ്ക്കും പരിപാടിക്കും എതിരാണ്. അതുകൊണ്ടാണ് പുറത്തേക്കുന്നത്. ഓക്കെ, ശ്രീ വസന്ത്, അത് CPM ഭരണഘടന, CPM പരിപാടി, മലബാറിലുള്ള സഖാവ്, ഇവിടെ തിരുവനന്തപുരത്തുള്ള സഖാക്കൾ, അത് പാർട്ടിയുടെ രക്തസാക്ഷി, പാർട്ടിയുടെ രക്തസാക്ഷിയുടെ പേരിൽ പിരിക്കുന്ന പാർട്ടി ഫണ്ട്, ആത്യന്തികമായി എല്ലാം പാർട്ടിക്കാരെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുകൊണ്ടും, രണ്ട് രക്തസാക്ഷിയുടെ സഹോദരൻ പറഞ്ഞതുകൊണ്ടും. ഇതിൽ കോൺഗ്രസ് എന്താണ് കാര്യം? ഇത് സഭയിൽ ചർച്ച ചെയ്യണം. ഇന്നും ഈ ഫണ്ട് ആരോപണം ചർച്ച ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ സഭയിൽ നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ വസന്ത്. രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഈ ബക്കറ്റുമായി ഇവർ പിരിക്കാൻ ഇറങ്ങിയത് പാർട്ടി മെമ്പർമാരുടെ കയ്യിൽ നിന്നുള്ള ലെവി അല്ല. അത് ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് അത്രയും കാലം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ഒരാൾ കൊല ചെയ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസം അയാളുടെ മകനെ ദേശാഭിമാനി പത്രത്തിന്റെ മുകളിൽ കടത്തി ആ ചിത്രം എത്രത്തോളം പ്രചരിപ്പിക്കാമോ അത്രത്തോളം വൈകാരികമായി പ്രചരിപ്പിച്ച്, ഞാൻ കുറച്ച് കടത്തിൽ പറഞ്ഞാൽ ആ ചിത്രത്തെ മാർക്കറ്റ് ചെയ്ത് ഒടുക്കം ബക്കറ്റുമായി നാട്ടിലുള്ള എല്ലാ കടകളിലും കയറി, എല്ലാ വീടുകളിലും കയറി, കോൺഗ്രസ്സുകാരനോ BJP-ക്കാരനോ എന്ന് വ്യത്യാസമില്ലാതെ ഓരോ ആ രക്തസാക്ഷിയെ സ്നേഹിച്ച നേരിട്ടറിയാവുന്ന എല്ലാവരും കൊടുത്ത പണമാണ്. അത് കൊടുത്തത് പാർട്ടി ഫണ്ടിലേക്കല്ല, ഇത് രക്തസാക്ഷി ഫണ്ടാണ് എന്നാണ് പറഞ്ഞത്. രക്തസാക്ഷിയുടെ ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിൽ പോലും അത് ആ രക്തസാക്ഷിത്വം കൊണ്ട് നഷ്ടമുണ്ടായവരെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? രക്തസാക്ഷിത്വം കൊണ്ട് ഈ CPM എന്ത് നഷ്ടമാണുള്ളത്? അവർക്ക് ലാഭമല്ലേ? അവർക്ക് 529 ദീപശിഖയും എടുത്തുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന മാർക്കറ്റിംഗ് PR ഏജൻസി, ഞങ്ങൾ രക്തസാക്ഷികളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുളകം കൊള്ളാനുള്ള ലാഭമാണ് CPM സംബന്ധിച്ച് എല്ലാ കാലത്തും രക്തസാക്ഷികൾ. എന്നാൽ നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം ജനിക്കുന്ന ഒരു വിധവയുണ്ട്, അതിനോടൊപ്പം ജനിക്കുന്ന ഒരു പറ്റം അനാഥരായ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരെയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. എന്തിനാണ് ഈ പണം പിരിച്ചിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇടുന്നത്? ആ പണം നിങ്ങൾ പിരിച്ചെങ്കിൽ അത് ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസും ആയിക്കോട്ടെ, ഞാൻ ഇതുകൂടി ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. രക്തസാക്ഷിയുടെ പേരിൽ ആര് പണം പിടിച്ചാലും ആ പണം കൊടുക്കേണ്ടത് ആ രക്തസാക്ഷിത്വം കൊണ്ട് നഷ്ടമുണ്ടായവരെ കോമ്പൻസേറ്റ് ചെയ്യാനാണ്. ആ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാമല്ലോ, ആ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ പഠനാവശ്യത്തിന് വേണ്ടി FD ഇട്ട് കൊടുക്കാമല്ലോ. എന്താ അതിന് സാധിക്കാത്തത്? രണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടത് സഹയാത്രികൻ, ഇപ്പോൾ പ്രതിനിധിയാവട്ടെ സഹയാത്രികനാവട്ടെ, അദ്ദേഹം പറയുന്നത് ഈ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. നാളെ രാവിലെ പാർട്ടിയുടെ ജില്ലാ സമിതി ചേർന്നിട്ട് കോഴിക്ക് മുല വന്നു എന്ന് തീരുമാനിച്ചു. ഉടനെ ഏതെങ്കിലും ഒരു സഖാവിന് ഏറ്റെന്ന് പറയാം, അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോഴിക്ക് അങ്ങനെ മുല വരില്ല. പക്ഷേ പാർട്ടി കമ്മിറ്റി ചേർന്നിട്ടങ്ങ് തീരുമാനിക്കുകയാണ് കോഴിക്ക് മുല വന്നിട്ടുണ്ട് എന്ന് തീരുമാനിച്ചാൽ ആ വന്നു കേട്ടോ എന്ന് പറഞ്ഞ് കമാനക്ഷരം മിണ്ടാതെ ഇറങ്ങി നിൽക്കണം എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ ഭരണഘടന. ആ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് വേണം സംസാരിക്കാൻ എന്നാ പറയുന്നത്. ഇതെന്താ ബനാന റിപ്പബ്ലിക്കാണോ? നിങ്ങളുടെ പാർട്ടി തന്നെ പഠിപ്പിക്കുന്നില്ലേ സഖാവ് പ്രീജി? ഞാനങ്ങനെ സഖാവെന്ന് തന്നെയാണ് വിളിക്കുന്നത്. സഖാവ് പ്രീജി, വഴിപിരച്ച നേതൃത്വത്തിനെതിരായ ഒരു തോക്കുകൂടി കയ്യിൽ കരുതണം എന്ന് പാടി പറഞ്ഞവരല്ലേ നിങ്ങൾ? എന്ന് പ്രസംഗിച്ച് പഠിപ്പിച്ചവരല്ലേ നിങ്ങൾ? SFI സഖാക്കളോട് അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മളുടെ പാർട്ടി എന്ന് നിങ്ങൾ പാർട്ടി വേദികളിൽ പ്രസംഗിക്കുന്നവരല്ലേ? അപ്പോൾ അങ്ങനെ വഴിപിഴച്ചു പോകുന്ന ഒരു നേതൃത്വത്തിന് നേരെ ഒരു കമ്പെടുത്ത് അല്ലെങ്കിൽ ഒരു വിരൽ ചൂണ്ടി സംസാരിച്ചാൽ ഉടനെ അയാളെ പുറത്താക്കുന്നതാണോ നിങ്ങളുടെ പാർട്ടിയുടെ നൈതികത? അതാണോ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട്? പിന്നീട് അങ്ങ് ഹാഷ്മിയോട് പറഞ്ഞു, ഹാഷ്മി പറഞ്ഞു ഇതാണ് ഇനി വരാൻ പോകുന്നത്. ഏത് തിരുവനന്തപുരത്ത് നേരത്തെ സഖാവ് കുഞ്ഞികൃഷ്ണൻ ഉണ്ടായ അതേ രീതിയിൽ. അപ്പൊ അങ്ങ് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഉണ്ടാവാൻ പോകുന്നത് എന്ന്. നോക്കൂ, സഖാവ് കുഞ്ഞികൃഷ്ണൻ പോയിരുന്ന് സംസാരിച്ച ചാനൽ, ആദ്യം കൊടുക്കുന്ന ഇന്റർവ്യൂ നടത്തുന്ന ചാനൽ, അത് BJP സംസ്ഥാന അധ്യക്ഷന്റെ പങ്ക് പറ്റുന്ന ചാനലാണ് എന്ന കണക്കിനാണ് നിങ്ങളുടെ സൈബർ പോരാട്ടം. പക്ഷെ ആ സൈബർ പോരാട്ടം നടത്തുന്ന സഖാക്കൾ മനസ്സിലാക്കുന്നില്ല, അതേ ചാനലിന്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖരനുമായി വൈദേഹം റിസോർട്ടിൽ പങ്കുവെച്ചോടുണ്ട്. ആർക്ക്? ജയരാജന് അവിടെ പോയി പങ്കുവെച്ചോടം നടത്താം, ഒരു കുഴപ്പമില്ല. വൈദേഹം റിസോർട്ട് നടത്താം, AC കച്ചവടം നടത്താം, മല ഇടിച്ചു നിരത്തി അവിടെ റിസോർട്ട് പണിയാം. പാർട്ടി നേതാക്കൾക്ക് RSS നേതാക്കളുമായി ബന്ധമുണ്ടാക്കി പങ്കുവെച്ചവടം നടത്താം. പക്ഷെ അവരുടെ ചാനൽ ഫ്ലോറിൽ പോയിരുന്ന് നിങ്ങളുടെ പാർട്ടിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ഇവർ ഉടനെ വർഗവഞ്ചകരാകും,
കുലംകുത്തിയാവും. ഈ വാക്കുകളൊന്നും നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തു ചെയ്താനേ എന്ന് ഞാൻ അതിശയപ്പെടുകയാണ്. നോക്കൂ, രണ്ടാമത് ഇവർ പറയുന്നത് പാർട്ടി പറയുന്ന നിലപാടിനപ്പുറത്തേക്ക് ആരും പോകില്ല. ഒരു സഖാവ് കുഞ്ഞികൃഷ്ണൻ, ഒരു സഖാവ് തിരുവനന്തപുരത്ത് നിന്ന്, ഇങ്ങനെ 1-2 പേരാണ് എന്നാണ്. നോക്കൂ, പയ്യന്നൂരിൽ നിങ്ങൾ ഈ പറയുന്ന പാർട്ടി അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങാത്ത പയ്യന്നൂരിലാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു റിബൽ ഉണ്ടാവുന്നത്. ആ റിബൽ 700 വോട്ടിനാണ് ജയിക്കുന്നത്. CPM 3-ാം സ്ഥാനത്താണ് കേട്ടോ. അപ്പൊ എന്നിട്ടും കാലത്തിന്റെ ദിശാസൂചിക എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിക്ക് മനസ്സിലാവാൻ ആ കാര്യം ശരിയാണ്. പാർട്ടിക്കോട്ടയാണ്. പാർട്ടി പറയുന്നതിനപ്പുറം ആൾക്കാർ പോകാത്ത സ്ഥലമാണ്. അവിടെ വിമത സ്ഥാനാർത്ഥി വൈശാഖ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയി. ശരിയാണത്. മാത്രമല്ല ഹാഷ്മി, എന്താണ് പ്രശ്നം? ഈ ആരോപണത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ അങ്ങ് ചോദിച്ചു ഞങ്ങൾ എന്തിനാ നിയമസഭയിൽ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങയോട് പ്രീജി ചോദിച്ചു 2-3 ദിവസമായി ഹാഷ്മി എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്തത്? നോക്കൂ, കൂട്ടത്തിൽപ്പെട്ട ഒരുത്തന്റെ രക്തത്തിന്റെ പണം അത് പങ്കുവെച്ചു, അടിച്ചു മാറ്റി എന്നുള്ളതാണ് ആരോപണം. ഞെട്ടിപ്പോവില്ലേ? നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ പ്രീജി? അതിപ്പോ ഞാൻ കോൺഗ്രസിലോ അല്ലെങ്കിൽ BJPയിലോ ഏതെങ്കിലും പ്രതിനിധി ഉണ്ട് എന്നതല്ല. നമ്മളെല്ലാം ആത്യന്തികമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയിൽ, പോരാട്ട വേദിയിൽ എവിടെയെങ്കിലും നമ്മളുടെ രക്തം വീണു പോയാൽ, നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ, നാളെ അതിന്റെ പേരിൽ പണം പിരിച്ച് നമ്മുടെ മക്കൾക്കും വിധവയ്ക്കും കൊടുക്കേണ്ട പണം ഏതെങ്കിലും എടുത്ത് പുട്ടടിക്കും എന്ന കണക്കിന് നിങ്ങളുടെ പാർട്ടി 1 ഡസൻ സംഭവങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരുന്നത്? സഖാവ് TP ക്കുണ്ടായത് കുഞ്ഞികൃഷ്ണൻ ഉണ്ടാവരുത്. സഖാവ് TP ചന്ദ്രശേഖരനെ 51 വെട്ടി മുഖം വികൃതമാക്കി, ഏറ്റവും ഒടുക്കം തൊടയിൽ നിന്നും ഈ കൈയുടെ ഇവിടെ നിന്നൊക്കെ ദശയെടുത്ത് മുഖത്ത് തുന്നിച്ചേർക്കുകയായിരുന്നു. അറിയാമല്ലോ അല്ലേ ഹാഷ്മിക്ക്? ഏറ്റവും അവസാനമായി ചുടുചുംബനം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഖാവ് KK രമയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മുഖം മനുഷ്യരൂപമാക്കാൻ വേണ്ടി 4 മണിക്കൂറാണ് കണ്ണൂരിലെ കരുണ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡോക്ടർമാർക്ക് വിധേയരാവേണ്ടി വന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ തിരിച്ചു പിടിക്കാനല്ല, അവസാനമായി ചുംബിക്കാൻ വേണ്ടി KK രമയുടെ അടുത്തേക്ക് ആ ശവശരീരം കൊണ്ടുപോകുമ്പോൾ ആ മുഖത്തിനൊരു മുഖത്തിന്റെ രൂപസാദൃശ്യം ഉണ്ടാവാൻ വേണ്ടിയാണ് 4 മണിക്കൂറത്തെ ഓപ്പറേഷൻ. ആ അവസ്ഥ കുഞ്ഞികൃഷ്ണൻ ഉണ്ടാവാൻ പാടില്ല. ആ അവസ്ഥ ഈ പാർട്ടിയിൽ നിന്ന് ഇവർ ഫണ്ട് തട്ടിച്ചു, കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിന്റെ രക്തത്തിന്റെ പണം പങ്കിട്ടെടുത്തു എന്ന് വിളിച്ചു പറയുന്ന ആർക്കും ഉണ്ടാവാൻ പാടില്ല. അത് സ്റ്റേറ്റിന്റെ വിഷയമാണ്, അത് സ്റ്റേറ്റിലെ പോലീസിന്റെ വിഷയമാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ വിനോദ്, ഇവിടെ താങ്കളുടെ സഹോദരൻ വിഷ്ണു കരാട്ടെ ചാമ്പ്യനായിരുന്നു, ദേശീയ ചാമ്പ്യനും സംസ്ഥാന ചാമ്പ്യനും ഒക്കെ ആയിരുന്നു. നേർക്കുനേർ വന്നാൽ ഒരാൾക്കും വിഷ്ണുവിനോട് എന്ന് പറഞ്ഞാൽ അഭ്യാസികളല്ലാത്ത, ഈ പറയുന്ന സമാനമായ രീതിയിൽ പ്രൊഫഷണൽ അഭ്യാസികളല്ലാത്തവർക്ക് നേർക്കുനേർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നിൽ നിന്നുള്ള ആക്രമണമായിരുന്നു. പിന്നിൽ നിന്ന് ആക്രമണത്തിൽ വീണുപോയതാണ് സഖാവ് വിഷ്ണു. ശ്രീ വിനോദ്, ഇവിടെ 2008 കൂടി 5 ലക്ഷം രൂപയ്ക്ക് അന്ന് വലിയ മൂല്യമാണ് എന്ന് പറയുമ്പോൾ പോലും ആ വിഷ്ണുവിൻ്റെ അതുവരെയുള്ള ട്രാക്ക് കരിയർ നോക്കിയാൽ 5 ലക്ഷം ഒരു തുകയല്ല. വിഷ്ണുവിൻ്റെ ജീവൻ 5 ലക്ഷം ഒരു തുകയല്ല ശ്രീ വിനോദ് കുമാർ. മാത്രമല്ല, ഈ പറയുന്ന കേസിൽ 13 പ്രതികൾ വിചാരണ കോടതി ശിക്ഷിച്ചു, ഹൈക്കോടതി വെറുതെ വിട്ടു. പിന്നെ അപ്പീൽ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അവരതോടുകൂടി പോയി. പിന്നെ വിഷ്ണുവിനെ കൊന്നവരാരാ? അതെ 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 അല്ല, അതിനകത്ത് ഹലോ പറയൂ ശ്രീ വിനോദ്. ഹലോ പറയൂ വിനോദ്. കേൾക്കാം. അതിനകത്ത് ഈ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ നമ്മുടെ വീട്ടുകാരെല്ലാവരും അവൻ്റെ പേരിലൊരു ഫണ്ട് കളക്ഷന് വേണ്ടി പോകുന്നത് അവനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണെന്ന് അവൻ്റെ സ്വഭാവം അറിയാവുന്ന എനിക്കും എൻ്റെ അനിയനും ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോൾ പാർട്ടി നേതാക്കൾ അത് നിർബന്ധപൂർവ്വം അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് സമ്മതിച്ചത്. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അതിലേക്ക് വന്നിട്ടാണ് ഈ തരത്തിൽ കാശ് കളക്ട് ചെയ്യുകയും അതുപോലെ ഈ 5 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് ഹോൾഡ് ചെയ്ത് അത് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് രവി എന്ന് പറഞ്ഞ ആൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആ കാശിലോട് യാതൊരു താല്പര്യം ഒന്നുമില്ലായിരുന്നു, അന്നുമില്ല, ഇന്നുമില്ല, ഒരിക്കലുമില്ല. പക്ഷെ അങ്ങനെ എടുത്തിട്ട് പോയതാണ്. ഇപ്പോൾ കുറച്ചു മുമ്പേ അഡ്വക്കേറ്റ് പ്രിജി പറഞ്ഞതുപോലെ ഒരു നയങ്ങളും രേഖകളും ഒക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും തയ്യാറാവും, സാധാരണ പ്രവർത്തകരോടൊക്കെ എല്ലാവരും തയ്യാറാവും. ഇപ്പം നയങ്ങളും ഈ രേഖകളും ഒക്കെ പറയുകയല്ല, മനസ്സാക്ഷിയുടെ പേരിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നിരവധി പരാതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പോയിട്ടുണ്ട്.
മുഖ്യമന്ത്രിയെ പോയി നമ്മൾ ഈ വിഷയമല്ല പറഞ്ഞത്, ഫണ്ടിൻ്റെ വിഷയമല്ല പറഞ്ഞത്. ജയിലിൽ അവർ അനുഭവിച്ച സുഖവാസം എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ നേരിട്ട് പോയി പറഞ്ഞതാണ് മുഖ്യമന്ത്രിയോട്. അദ്ദേഹം അത് ഇടപെട്ടു. പക്ഷേ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ച് അതേ കണക്ക് ലൈബ്രറിയും റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട് അവരങ്ങ് പോവുക ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് പ്രിജി പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ പരാജയത്തിൽ പ്രതികളെ രക്ഷപ്പെട്ടതും പോരാഞ്ഞ് ജയിലിൽ കിടന്ന കാലത്ത് അവർക്ക് സുഖവാസമായിരുന്നോ ശ്രീ വിനോദ്? സുഖവാസം എന്ന് വെച്ചാൽ അതെ, ലൈബ്രറിയും റെസ്റ്റോറൻറ്റും മാത്രമാണ് അവരുടെ ജോലി. റെസ്റ്റോറൻറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാഷ്മി, എല്ലാ പേർക്കും അവിടെ വന്ന് അവരുമായിട്ട് ആശയവിനിമയം നടത്താം, കാണാം, എല്ലാം ചെയ്യാം. അപ്പോൾ അങ്ങനെയായിരുന്നു. അതുപോലെ തിരിച്ച് ലൈബ്രറി അതെടുക്ക് ഈ തരത്തിൽ വീട്ടിൽ ജീവിക്കുന്നത് പോലെ നല്ല സുഖശീതളമയിൽ നല്ല രീതിയിൽ ജീവിച്ചതാണ് ഈ കഴിഞ്ഞ കാലം അവർ ജയിലിലുണ്ടായിരുന്ന സമയത്ത്. ഇതിനെതിരായിട്ടും അതുപോലെ ഈ ഫണ്ടിൻ്റെ വിവാദമൊക്കെ പറഞ്ഞ് അഡ്വക്കേറ്റ് പ്രിജി പറഞ്ഞതുപോലെ നമ്മൾ പരാതി കൊടുത്തതാണ്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞതുപോലെ എല്ലാ ഘട്ടങ്ങളും നമ്മൾ കയറി എല്ലാ നയരേഖകളും പറയുന്നത് പോലെ ജില്ല, ലോക്കൽ, ഏരിയ, സംസ്ഥാനം എല്ലായിടത്തും പരാതി കൊടുത്തതാണ്. പേഴ്സണലി ഞാനൊരു കാര്യം പറയട്ടെ, സംസ്ഥാന നേതാക്കൾ എല്ലാവരോട്ടും പേഴ്സണലി വളരെ അടുപ്പമുണ്ടായിട്ടും എനിക്കത് ഇത്രയും പരാതി കൊടുത്തിട്ടും എനിക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത, എനിക്ക് വേണ്ടിയിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പാർട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കണം. എനിക്കിന്ന് സംഭവിച്ചത് ഈ AKG സെൻറ്ററിൽ എല്ലാ സ്റ്റാഫുകളായിട്ട് വരെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിത് സംഭവിക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു പാർട്ടി പ്രവർത്തകന് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. വിനോദ്, ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ അത്രയും വയോധികനാണ്, അത്ര നാളിൻ്റെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്, അതുവരെ ഏതെങ്കിലും തരത്തിൽ ഒരു പേരുദോഷം കേൾപ്പിക്കാത്ത ആളാണ്. എന്നാൽ ഒരു ആരോപണം പറഞ്ഞപ്പോഴേക്കും അയാൾ മഹാ കൊള്ളരുതാത്തവനാണ്, മഹാമോശക്കാരനാണ്, ഏതാണ്ട് ലീവ് സറണ്ടർ ചെയ്ത മഹാപരാധം, പച്ചക്കള്ളങ്ങൾ. ഈ പറഞ്ഞ ചില ചാനലുകളിലെ ആൾക്കാരൊക്കെ വന്നിരുന്ന് സ്റ്റൂജ് പോലെ അല്ലെങ്കിൽ പ്ലാന്റഡ് വാർത്ത പോലെ പച്ചക്കള്ളങ്ങൾ പ്രൊപ്പഗണ്ട പോലെ പറയുകയാണ്. താങ്കൾക്കെതിരെയും വരും കേട്ടോ പല ആരോപണങ്ങളും ശ്രീ വിനോദ് കുമാർ, പ്രതീക്ഷിക്കണം. അല്ല ഹാഷ്മി, അത് 100% ഹാഷ്മി, ഞാനത് 100% പ്രതീക്ഷിക്കുന്നു. ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് പ്രതീക്ഷിക്കണം എല്ലാ രീതിയിലും. അത് ഇനിയിപ്പോൾ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ രീതിയിലുള്ള ആരോപണങ്ങളും. ഇന്നലെ വരെ നല്ല കോമ്രേഡായിരുന്ന ഞാൻ ഇന്ന് തൊട്ട് പാർട്ടി ഇപ്പം അതിൻ്റെ പണിപ്പുരയിലായിരിക്കും മിക്കവാറും. എന്തെല്ലാം ആരോപണങ്ങൾ എന്നിൽ ഏൽപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ എന്നെ കുറ്റക്കാരനാക്കാൻ പറ്റുമോ, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പാർട്ടി ആലോചിച്ചിട്ടിരിക്കുകയായിരിക്കും. എന്ത് സംഭവിച്ചാലും സഖാവ് വിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ അനിയൻ്റെ വിഷയത്തിൽ ഈ കാര്യങ്ങളിൽ ഈ തരത്തിൽ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ട് എന്ത് സംഭവിച്ചാലും ഏതറ്റം വരെ പോയും ഇതിന് ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. അതുപോലെ എൻ്റെ കുടുംബം, അത് എൻ്റെ സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ, പാർട്ടിക്കാർ, ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിച്ച പാർട്ടിക്കാർ ചെറുതല്ല. ഞാൻ 85-ലുണ്ടായിരുന്ന പല സഖാക്കളും എന്നെ വിളിച്ചു, നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് പറയാനുള്ളത് പലരുടെയും ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ എന്തിനും തയ്യാറായി പാർട്ടി പ്രവർത്തിക്കാമെന്ന പാർട്ടി പ്രവർത്തകരുടെ നാവാവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മാഭിമാനവും വിശ്വാസവും സ്നേഹവും. കുഞ്ഞികൃഷ്ണനെ വർഗവഞ്ചകനും കുഞ്ഞികൃഷ്ണനെ കുലംകുത്തിയും കുഞ്ഞികൃഷ്ണനെ പാർട്ടിക്കെതിരെ കോടാലിക്കൈയും ആക്കിയതുപോലെ ഒരു രക്തസാക്ഷി കുടുംബത്തിലെ രക്തസാക്ഷിയുടെ ചേട്ടനെ, സഹോദരനെ, കൂടപ്പുറപ്പിനെ കൂടപ്പുറന്ന് ചോരയാക്കൽ അത്ര എളുപ്പമാവില്ല. CR നേരത്തെ വസന്ത് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രമേ പിഴച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ കാര നോർത്ത് ബ്രാഞ്ചിൽ കോൺഗ്രസ് എസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ അവിടെ ജയിച്ചത് വൈശാഖ് എന്ന് പറയുന്ന ഒരു യുവസഖാവാണ്. അവിടെ അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, പുറത്താക്കിയതാണ്. പാർട്ടി കോട്ടയാണ്. പുറത്താക്കാനുള്ള കാരണം അന്ന് ഈ ഏതോ ഉത്സവപ്പറമ്പിലുണ്ടായ എന്തോ തർക്കത്തിൻ്റെ പേരിൽ അവിടെയുള്ള കുട്ടികളെ ചോദ്യം ചെയ്യാൻ DYFI മേഖലാ ഭാരവാഹികൾ വടിവാളുമായി ചോദ്യം ചെയ്യാൻ വന്നു. അത് വൈശാഖ് ചോദ്യം ചെയ്തു, അത് തെറ്റാണെന്ന് പരാതി കൊടുത്തപ്പോൾ ഇതുപോലെ കമ്മീഷനെ വെച്ചു. കമ്മീഷണർ റിപ്പോർട്ട് വന്നപ്പോഴേക്കും വടിവാളിലെ വാള് മാറി, അത് കേവലം വടി മാത്രമായി. അതിനെതിരെ പിന്നെയും പോരാട്ടങ്ങൾ, പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ അനുഭവം ഉണ്ടാകുന്ന വിരട്ടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വൈശാഖ് അവിടെ മത്സരിക്കാൻ ഇറങ്ങി, സ്വതന്ത്രനായി. കാര എന്ന് പറയുന്നത് പാർട്ടി കോട്ട, പാർട്ടിയുടെ കൊടുങ്കോട്ട. ആ കൊടുങ്കോട്ടയിൽ വൈശാഖ് ജയിക്കുകയും LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് മൂക്കുകുത്തി പോവുകയും ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ട്. ജയിച്ചിറങ്ങിയ വൈശാഖിനെ ഐഷ എന്ന് പറയുന്ന ഒരാൾ മാല ഇട്ടപ്പോഴത്തേക്ക് ലോക്കൽ സെക്രട്ടറി ഒന്ന് മാല പൊട്ടിച്ചെറിഞ്ഞ ചരിത്രം ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചത് ശ്രീ CR നീലകണ്ഠൻ, അങ്ങനെ പുതിയ കുട്ടികൾ ഇറങ്ങി നിന്ന് ഈ പറയുന്ന നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞ പോലെ കോഴിക്ക് മുല വന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാത്ത കുട്ടികൾ തിരിച്ച് ചോദ്യം ചെയ്യുന്ന കാലത്ത് ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉണ്ടാകുമ്പോൾ പാർട്ടി പരിപാടിയും ആർട്ടിക്കിളും പറഞ്ഞു വെച്ചാൽ പിടിച്ചിരിക്കാൻ പറ്റുമോ പുതിയ കാലത്ത് CR? അല്ല, അവിടെ തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രിജിയോ അടക്കമുള്ള ഇപ്പോൾ CPM-നെ പിന്താങ്ങുന്ന ആളുകൾ കഴിഞ്ഞൊരു 30-35 വർഷത്തെ ഈ ലോകത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി. സോവിയറ്റ് യൂണിയൻ അടക്കം, ഈസ്റ്റേൺ യൂറോപ്പിലടക്കം ലോകത്തിൻ്റെ പല ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബംഗാളിലും ത്രിപുരയിലും അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേരിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വലിയ വിശകലനം നടത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ മാർക്സിസ്റ്റ് പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് വിശകലനം നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ടത്,
അത് സോവിയറ്റ് യൂണിയനിലെ പാർട്ടി പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രജി പറഞ്ഞനുസരിച്ച് സോവിയറ്റ് യൂണിയനിലെ കമ്മിറ്റി തീരുമാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തു. പക്ഷേ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റ് ജർമ്മനിയിലെ പാർട്ടി വളരെ കൃത്യം തീരുമാനമെടുത്തു, ചെക്കോസ്ലാവിക്കയിലെ പാർട്ടി തീരുമാനമെടുത്തു, പോളണ്ടിലെ പാർട്ടി തീരുമാനമെടുത്തു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ജനം എന്താ പാർട്ടിയോട് ചെയ്തതെന്ന് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആ പാർട്ടി തകരുന്നവരെ ജനം കാത്തു നിന്നു. ഇവിടെ അത് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇവിടെ ജനാധിപത്യം ഒരു വ്യവസ്ഥിതിയുണ്ട്. ബൂർഷ്വാ ജനാധിപത്യം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിക്കകത്ത് വളരെ കൃത്യമായും സുതാര്യവും, അതാണ് ഇപ്പോൾ പ്രശ്നം. ഇപ്പോൾ വളരെ സുതാര്യമാണ്. ഒരു ഡാറ്റ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒളിച്ചു വെച്ചാൽ ആ ഡാറ്റ അവിടെ നിൽക്കില്ല. ഇപ്പോൾ നാളെ ഒരുപക്ഷെ ഈ കണക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പുറത്തു വരും. അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ പുറത്തു വരും. ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം, ഹാഷ്മിക്ക് നല്ല ഓർമ്മയുണ്ടാവും. 2006 VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയാകണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുകയും അവസാനം VS അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തപ്പോൾ പാർട്ടിക്ക് മാറ്റേണ്ടി വന്നു. പാർട്ടി തീരുമാനമാണ്, പാർട്ടി തീരുമാനം മാറ്റാമല്ലോ. പാർട്ടി തീരുമാനം എന്തുകൊണ്ട് മാറ്റിയില്ല? ഇവിടെ ചോദ്യം അതാണ്. ഇത് ആദ്യം ഉണ്ടായ സംഭവമല്ല. ഈ സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടി 5 ലക്ഷം രൂപ തിരിച്ചു മേടിച്ച് ആ കുടുംബത്തിന് കൊടുക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? എൻ്റെ പാർട്ടി ചെയ്യാഞ്ഞത്? അപ്പോൾ ഈ വക്കീലിന് കൊടുത്തോ, ജഡ്ജിക്ക് കൊടുത്തോ, ആർക്ക് കൊടുത്തോ എന്നറിയണ്ട. പിന്നെ കേസുമായി ബന്ധപ്പെട്ട് തോൽവിയുടെ കാര്യം ഞാനിപ്പോൾ അത് ഇവിടെ സൂചിപ്പിച്ചു. ഇങ്ങനെ കാണുന്ന ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, രാവും പകലും ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ ഭരണഘടനയിൽ 19.3 16.2 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ചെയ്യുമ്പോൾ പാർട്ടി നേതൃത്വം സത്യസന്ധമായിരിക്കും എന്ന വിശ്വാസത്തിലാണ് ആ ക്ലോസൊക്കെ എഴുതിയിട്ടുള്ളത്. അവർ തട്ടിപ്പുകാരല്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ തട്ടിപ്പുകാരായ പാർട്ടി നേതാക്കൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പാർട്ടി ബ്യൂറോക്രസിയിൽ തകർന്നു പോകും എന്ന് തന്നെയാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. അതിന് ലോകത്ത് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും എളുപ്പമാണ് ഹാഷ്മി നേരത്തെ ചോദിച്ചില്ലേ വൈശാഖം ജയിച്ചതുപോലെ. എങ്ങനെയാണ് ഒഞ്ചിയത്ത് ഇപ്പോഴും KK രാമ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്? ഒഞ്ചിയം എന്താണ് സ്ഥലം? ഈ വടകര എപ്പോഴെങ്കിലും UDF ജയിച്ച എന്തെങ്കിലും ചരിത്രമുണ്ടോ? ചരിത്രം എടുത്ത് നോക്കൂ. വടകരയിൽ എപ്പോഴാണ് ഇപ്പോൾ KK രമയ്ക്ക് എന്താ അത്ര ഭൂരിപക്ഷം? എന്തേ ഷാഫിക്ക് അവിടെ അത്ര വലിയ ഭൂരിപക്ഷം? ഇത് പഠിക്കാൻ, ഇത് ചിലപ്പോൾ ഒരുപക്ഷെ പയ്യന്നൂരിൽ ഭൂരിപക്ഷം കുറഞ്ഞാലും നിൽക്കും. ഇനി വേണ്ട, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ തോതിൽ വോട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പയ്യന്നൂരും കല്യാശ്ശേരിയൊക്കെ. അത് പ്രജിക്കും അറിയാലോ. എത്ര വലിയ തോതിൽ UDF വോട്ട് ചെയ്തു, അവിടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? പ്രശ്നം അവിടെ തന്നെയാണ്. പഴയ പോലെ അരിവാൾ കണ്ടാൽ മാത്രം കുത്തുന്ന ഒരു രീതിയിലുള്ള പാർട്ടിക്കാരല്ല ഇപ്പോൾ ഉള്ളത്. അത് പാർട്ടി മനസ്സിലാക്കണം. പ്രജി, ഇവിടെ ബംഗാളിൽ 175 സീറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുണ്ട്, CPM ഉണ്ട്. വട്ടപൂജയോട്ടെ, ഇപ്പോഴത്തെ സീറ്റ് നില എത്ര വെച്ചാൽ വട്ടപൂജയാണ് അവിടെ ഈ പറയുന്നത് പോലെ പാർട്ടിക്കകത്തും പുറത്തും നടത്തിയ അങ്ങേയറ്റത്തെ അഴിമതിയുടെ കൂത്തരങ്ങുകൾക്ക് ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പാർട്ടി സംഘടന, അതിൻ്റെ ചട്ടക്കൂട്, അതിൻ്റെ ആർട്ടിക്കിളൊക്കെ അവിടെയും പറഞ്ഞായിരുന്നു കേട്ടോ അവിടുത്തെ നേതൃത്വം. പ്രജി, ഹാഷ്മി, ലോക കമ്മ്യൂണിസത്തിൽ വരുന്ന ചേഞ്ചുകളിലെ വ്യത്യാസങ്ങളെ അല്ലെങ്കിൽ വെല്ലുവിളികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലും പരിപാടിയിലും വ്യത്യാസങ്ങൾ വേണമോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കട്ടെ. തീരുമാനിക്കുന്നതിന് എന്നെപ്പോലെ ഏറ്റവും അടിസ്ഥാനപരമായ നിലയിൽ പ്രവർത്തിക്കുന്ന CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന അകത്തുള്ള ഇടത് സഹയാത്രികർക്ക് അതിനകത്തൊന്നും ആക്ഷേപമില്ല. ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞ ലോക നിലവാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമോ എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്യണം. അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോഴിക്ക് എന്തെങ്കിലും വന്നു എന്ന് തീരുമാനിച്ചാൽ അതാണ് പാർട്ടി എന്ന് പറയാനുള്ള യോഗ്യതയുള്ള കേരളത്തിലെ ഏതെങ്കിലും മൂത്ത കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സഖാവ് CR നീലകണ്ഠൻ ഒരു കറക്റ്റീവ് മെഷേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ TP ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വത്തെ ഒന്ന് വിൽപ്പനച്ചരക്കാക്കി കളയാം എന്നുള്ള നിലയിൽ അതിനെ ഭീമത്സമായ വർണ്ണനയോടുകൂടി ഈ ഡിബേറ്റിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി പങ്കെടുക്കുന്നത് വെറും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും. എന്നു തൊട്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരന് TP ചന്ദ്രശേഖരനോട് പ്രേമം തുടങ്ങിയത്, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോട് പ്രേമം തുടങ്ങിയത്, അല്ലെങ്കിൽ വിഷ്ണുവിനോട് പ്രേമം തുടങ്ങിയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ, ഞാൻ പകരത്തിന് പകരം പറയുകയല്ല, കേരളത്തിൽ എവിടെങ്കിലും കൃത്യമായി ഒരു പിരിവ് നടത്തി ആ പിരിവിന് കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാർട്ടിയാണോ കോൺഗ്രസ്? 1-2 സംഭവങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വന്യവയോധികനായിരുന്ന നേതാവായിരുന്ന K. കരുണാകരൻ്റെ പേരിൽ
ഒരു പിരിവ് നടത്തിയതിട്ട് അതിൻ്റെ കണക്ക് പോയിട്ട് പോലും പുറത്തു പറയാൻ ശേഷിയില്ലാത്ത ആംബിയറില്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്ന് ഒരു ഡിബേറ്റിൽ വന്നിരുന്നു കൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി എല്ലാ രക്തസാക്ഷി കുടുംബങ്ങളെയും സംരക്ഷിച്ചിട്ടുണ്ട്. രക്തസാക്ഷികൾ ഈ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ കേരളത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഒരാളും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് CPM. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കൊല്ലത്തെ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊല്ലത്തിരുന്നു കൊണ്ടാണ്. കൊല്ലത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു ശ്രീ CM സ്റ്റീഫൻ. CM സ്റ്റീഫന്റെ പേരിൽ ഒരു പിരിവ് നടത്തി കോൺഗ്രസ്സുകാർ. ഇന്നിതുവരെ അതിന്റെ പേരിൽ ഒരു ചാക്ക് സിമന്റ് പോലും മേടിക്കാത്ത കോൺഗ്രസ്സുകാരൻ യാതൊരു നാണവും മാനവുമില്ലാതെ കേരളത്തിലെ CPM നടത്തുന്ന രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. എന്നിട്ട് കോഴിക്ക് മുല വന്നോ എന്ന് ചോദിക്കുകയാണ്. കോഴിക്ക് മുല വരുത്തണം എന്ന് തീരുമാനിച്ച് CPM-ന്റെ പാർട്ടി പ്രവർത്തകർ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുത്താൽ ചിലപ്പോൾ കോഴിക്ക് മുല വന്നതായി കാർട്ടൂൺ വരച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും CPM. പക്ഷേ അങ്ങനെ വരച്ചു ചേർക്കാനുള്ള തന്റെ CPM അങ്ങനെ CPM വ്യാജമായി കോഴിക്ക് മുല വരച്ചു ചേർത്താൽ അതിന് മുല വരില്ലല്ലോ ബ്രിജി. എന്താണ് പ്രശ്നം? പക്ഷേ വരുമെന്ന് സ്വപ്നം കാണുന്ന പ്രിജി പറഞ്ഞ തന്നെയാണ് പ്രശ്നം. പ്രിജി പറഞ്ഞ തന്നെയാണ് പ്രശ്നം. ഈ പറയുന്ന പാർട്ടി കമ്മിറ്റി കൂടി കോഴിക്ക് മുല വരട്ടെ എന്ന് നിങ്ങൾ ആജ്ഞാപിക്കുകയും ഒരു കാർട്ടൂണിൽ മുല വരച്ചുവൊക്കെ ചെയ്താൽ കോഴിക്ക് മുല വരില്ല. അതിന് ജനിതകമായി മുല വരില്ല. അതാണ് പ്രശ്നം. വസന്ത്, CM സ്റ്റീഫൻ, കരുണാകരൻ, പ്രിജിക്ക് മറുപടി. അല്ല, പ്രീജി പറയുന്ന ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പാർട്ടിയും പുലഫിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് കുറെ കാലങ്ങളായി അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിലെ വ്യത്യാസം എന്താ? ഈ വിഷയത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 1-2 പേരാണ് വെളിയിലിറങ്ങി വന്നിട്ട് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിന്റെ രക്തത്തിന്റെ പണം അത് നേതൃത്വം അടിച്ചു മാറ്റി പുട്ടടിച്ചു എന്ന് പറയുന്നത്. മറ്റേത് രാഷ്ട്രീയ ആരോപണങ്ങൾ. എതിർകക്ഷി പറയുന്നതാണ്. പ്രീജി, ഞാൻ പറയട്ടെ, കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിന്റെ രക്തത്തിന്റെ പണം എടുത്ത് പുട്ടടിച്ച കഥ പറയുമ്പോ അവനെ കുലക്കുത്തിയാക്കി മാറ്റി നിർത്തുന്നതാണോ നിങ്ങളുടെ സംസ്കാരം? എന്നിട്ട് അവൻ മരിച്ചില്ല എന്ന് പാർട്ടി സെക്രട്ടറി അങ്ങ് തീരുമാനിച്ചാൽ അങ്ങനെ ഒരു ഫണ്ടേ മരിച്ചിട്ടില്ല. അവിടെ ധനരാജ് മരിച്ചിട്ടേ ഇല്ല, ധനരാജ് രക്തസാക്ഷിയല്ല എന്ന് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ചാൽ ശരിയാണ് കേട്ടോ. ധനരാജ് മരിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് മക്കൾ കാത്തിരുന്നോണം എന്ന് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുത്തില്ല. പ്രീതി, എന്താ ഇവരുടെ നിലപാട്? ഇവർ പറയുന്നത് ധനരാജ് പൊതുജനം ഇടുന്ന പണം അവർക്ക് മുന്നിൽ കണക്ക് കൊടുക്കില്ല. പക്ഷെ ബക്കറ്റിൽ പൊതുജനം പണം ഇടണം. അല്ല പ്രിജി, ബക്കറ്റുമായി വരുമ്പോൾ പൊതുജനം പണം ഇടണം. പക്ഷെ അതിന്റെ വരവ് ചെലവ് പൊതുജനത്തിന് മുന്നിൽ വെക്കാൻ അങ്ങയുടെ പാർട്ടി ഭരണഘടന ആർട്ടിക്കിൾ 15, 16, 16.2 അനുവദിക്കുന്നില്ല. സാമാന്യ മര്യാദ ഉണ്ട്. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. അടക്കം ആക്ഷേപം ഉന്നയിച്ചില്ലേ? മാർച്ച് 4-ാം തീയതി കണ്ടു. അല്ലല്ല, ഒരു കാര്യം അയാൾ പറഞ്ഞത് ഞാനെന്തോ ബീഭത്സമായി അവതരിപ്പിച്ചു സഹാവിറ്റിയുടെ മരണത്തെ എന്നാണ്. അങ്ങനെ ബീഭത്സമാക്കിയത് നിങ്ങളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ പയ്യന്നൂരെ രക്തസാക്ഷി ഫണ്ട് മുഖ്യ എന്ന ആരോപണം ഉന്നയിക്കുന്ന അവിടുത്തെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ്. തിരുവനന്തപുരത്തെ രക്തസാക്ഷി ഫണ്ട് മുഖ്യ എന്ന് ആരോപിക്കുന്നത് രക്തസാക്ഷിയുടെ സഹോദരൻ തന്നെയാണ്. കൃത്യമായി പാർട്ടി അണികൾക്ക് വിശദീകരണം നൽകണം, ഉടായ്പ ന്യായങ്ങൾ പറയാതെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.